സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജയിലിൽ പ്രിയങ്കേനെയും മുത്തശ്ശേനെയും കാണാനായിട്ട് എത്തിയിരിക്കുന്ന ആരതിനെയാണ് കേട്ടോ. അങ്ങനെ ആരതി വർമ്മയുടെ പ്രത്യേക റിക്വസ്റ്റ് അനുസരിച്ച് പ്രിയങ്കേനെയും സുകുമാരിനെയും ഒരുമിച്ച് വിസിറ്റേഴ്സ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുവാണ്. ഈ സമയം സൂപ്രണ്ട് പറയുന്നുണ്ട്, മാഡം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവരോടൊന്നും അധികം നേരം സംസാരിക്കാൻ നിൽക്കണ്ട, രണ്ടും കള്ളക്കൂട്ടങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ട് സൂപ്രണ്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അവരോട് രണ്ടുപേരോടും ഇരിക്കാൻ പറയുവാണ് ആരതി. അന്നേരം സുകുമാരി പറയുന്നുണ്ട്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ പോലും ഈ അവസ്ഥയിൽ ഞങ്ങളെ കാണാൻ ഇതുവരെ വന്നിട്ടില്ല, വക്കീലിനെങ്കിലും വരാൻ തോന്നിയല്ലോ എന്നും പറഞ്ഞ് അവരവിടെ ഇരിക്കുവാണ്. ഈ സമയം ആരതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കേസിനെ കുറിച്ച് അന്വേഷിച്ചു. നിങ്ങളുടെ കേസ് ഏറ്റെടുക്കാൻ ഒരു വക്കീലന്മാർക്കും തീരെ താല്പര്യമില്ല. മിക്കവാറും ഇതിൻ്റെ തുടർന്നുള്ള വാദങ്ങളിലെ നിങ്ങൾക്ക് ഇതിനുള്ള പരമാവധി ശിക്ഷ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. മയക്കുമരുന്ന് കേസാണല്ലോ, അതിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരിപ്പോകാനും പറ്റില്ല. മാത്രമല്ല 10 വർഷമെങ്കിലും കുറഞ്ഞൊരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് കുറ്റത്തിൻ്റെ തോതനുസരിച്ച് കൂടുകയും ചെയ്യാം. 10 എന്നുള്ളത് 15 ആകാം. എന്താണെങ്കിലും ചുരുങ്ങിയത് 10 വർഷത്തേക്ക് നിങ്ങൾക്കിനി പുറത്തിറങ്ങാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മാഡം പറയുന്ന എന്തു വേണമെങ്കിലും ചെയ്തോളാം. ഈ സമയം ആരതി പറയണേ, ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നൊരു ഡിമാൻഡ് നിങ്ങൾ അംഗീകരിക്കണം. അന്നേരം സുകുമാരി ചോദിക്കണേ, എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രം മതി. ഈ സമയം ആരതി പറയണേ, അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. പക്ഷേ പകരം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അത് മറ്റൊന്നുമല്ല, പ്രിയങ്ക വരണുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്യണം. നിങ്ങളെ രണ്ടുപേരുടെയും ബന്ധം വേർപെടുത്താനുള്ള കേസ് എനിക്ക് കോടതിയിലേക്ക് മൂവ് ചെയ്യണം. അതിന് പ്രിയങ്കയ്ക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളെ പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതേക്കുന്നത് പ്രിയങ്ക പറയണേ, ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് ശരി, അപ്പോൾ ഇങ്ങനൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നല്ലേ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നത്? നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട. അന്നേരം ആരതി പറയണേ, ശരി, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ വന്ന പോലെ മറ്റാരും നിങ്ങളെ തേടി വരാൻ പോകുന്നില്ല. ആര് വിചാരിച്ചാലും നിങ്ങൾക്കൊരിക്കലും പുറത്തിറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് ആലോചിച്ചും കണ്ടുപിടി തീരുമാനം എടുക്കും. ഈ സമയം മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ, പ്രിയങ്കി നീ ഒന്ന് വന്നേ, ഒന്ന് വരാൻ. അങ്ങനെ പറഞ്ഞ മുത്തശ്ശിയും പ്രിയങ്കയും എന്തോ മാറി നിന്ന് സംസാരിക്കുവാണ്. അങ്ങനെ പ്രിയങ്കയെ കൊണ്ട് ആരതിയുടെ ഡിമാൻഡ് പറഞ്ഞ് സമ്മതിപ്പിക്കുവാണ്ടോ സുകുമാരി. അങ്ങനെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് പ്രിയങ്കയും സന്തോഷത്തോടെ തിരിച്ചു വരുവാണ്. അതെ, വക്കീൽ പറഞ്ഞ കാര്യത്തിൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ പകരം എനിക്കൊരു ഡിമാൻഡ് കൂടിയുണ്ട്. വരനുമായിട്ടുള്ള ബന്ധം ഞാൻ അങ്ങനെ ചുമ്മാ തന്നെ ഉപേക്ഷിച്ച് പോവില്ല. ഒന്നാമത്തേത്, കണിമംഗലം പോലെ അത്രയും വലിയൊരു കുടുംബത്തിലെ മരുമകൾ എന്നുള്ള പദവിയാണ് ഞാൻ വേണ്ടാന്ന് നോക്കുന്നത്. അതിനെനിക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം. ശരി, എത്രയാണ് പ്രിയങ്ക ഉദ്ദേശിക്കുന്നത്? 25 കോടി. അതേക്കുന്നതും ആരതിയുടെ കണ്ണ് തള്ളിപ്പോകുക. വോട്ട്, 25 crores? അതെ. അന്നേരം സുകുമാരി വരണേ, എന്താ വക്കീൽ അതിനിപ്പോൾ ഒരു കുഴപ്പം? അതത്ര വലിയ തുകയൊന്നും അല്ലല്ലോ, അതും കണിമംഗലം പോലൊരു കുടുംബത്തിന്. ഒന്നുമില്ലെങ്കിലും എൻ്റെ മോള് അത്രയും വലിയൊരു കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരം തന്നെ കിട്ടണ്ടേ? ഈ സമയം ആരതി പറയണേ, എന്താണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും ഈ തുകേനെക്കുറിച്ചും ഞാൻ വരനോടും കൂടി സംസാരിക്കാം. ഈ കാര്യത്തിൽ എനിക്കൊരു ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചിട്ട് പറയാം. അങ്ങനെ പറഞ്ഞ് വക്കീലോട് നിന്നും പോകുവാണ്. ഈ സമയം സുകുമാരി പറയണേ, വരനുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞാൽ എന്താ? 25 കോടി നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, വരണിനെയും രാധികേനെയും ഇല്ലാതാക്കാനും അവരെ വേർപെടുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാമല്ലോ, അല്ലേ മോളെ? അതേ മുത്തശ്ശി എന്നും പറഞ്ഞ് പ്രിയങ്കയെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആരതി വരണുമായിട്ട് പ്രിയങ്ക പറഞ്ഞ കാര്യവും പ്രിയങ്കേൻ്റെ നഷ്ടപരിഹാര തുകയെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അത് കേട്ട് വരണം തന്നെ ഞെട്ടിപ്പോകുക. വാട്ട്, മാഡം എന്തൊക്കെയാണ് പറയുന്നത്? ഇക്കാര്യത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ അത്രയും പൈസ കൊടുത്ത് അവൾ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും പൈസ കൊടുത്തു എന്നിരിക്കട്ടെ, അവൾ ബാക്കി മാറിയാലോ? ഇതിനു മുമ്പും അവൾ ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിയിട്ട് എന്നെ പറ്റിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവൾക്കിനി ഒരു ചില്ലി കാശ് പോലും ഞാൻ കൊടുക്കില്ല. വരുൺ, ഇതങ്ങനെയല്ല. എന്താണെങ്കിലും പ്രിയങ്കയും സുകുമാരിയൊന്നും അധികം നാൾ ഈ കേസിൻ്റെ പേരിൽ അകത്ത് കിടക്കാൻ പോകുന്നില്ല. അവരുറപ്പായും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് വരണിൻ്റെയും രാധികയുടെ ജീവിതത്തിൽ ഒരു തടസ്സം തന്നെയാണ്. ഇപ്പോഴും നിയമപരമായിട്ട് വരണിൻ്റെ ഭാര്യ പ്രിയങ്കയാണ്. അതുകൊണ്ട് തന്നെ അവൾ വരണിനെതിരെ കേസിന് പോയി കഴിഞ്ഞാൽ വരണിനും രാധികയ്ക്കും പിരിഞ്ഞ് താമസിക്കേണ്ടി വരും. അതിനുള്ള ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകും. അതിന് വരണിനെ കൊണ്ട് പറ്റുമോ? ഇല്ല മാഡം, അതിനെനിക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് വരുൺ, അതെനിക്ക് നല്ലപോലെ അറിയാം. അതിനുവേണ്ടിയാണ് ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഈ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് അവരുടെ അരികിലേക്ക് ചെന്നത്. പ്രിയങ്കയുടെ ഡിമാൻഡിന് എന്താണെങ്കിലും ഒരു മാറ്റവും ഇല്ല. ഞാൻ അവളോട് കുറേ സംസാരിച്ചു. 25 കോടി തന്നെ വേണമെന്നാണ് അവൾ പറയുന്നത്. വരുൺ ഇക്കാര്യത്തിൽ ഒറ്റക്കൊരു തീരുമാനം എടുക്കണ്ട. വരൻ്റെ അച്ഛനോടും നിങ്ങളുടെ ഫാമിലിയോടൊക്കെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മാത്രം മതി. അല്ല മാഡം, നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങിച്ചിട്ടും അവൾ വാക്കുമാറിയാൽ എന്ത് ചെയ്യും?
അതൊരിക്കലും ഇല്ല വരുൺ. ഇത് നമ്മളിപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിയമപരമായ രീതിയിലായിരിക്കും. അവർ അതിന് ശേഷം ആ പൈസ കൈപ്പറ്റിയതിനു ശേഷം നമുക്ക് തന്ന വാക്ക് തെറ്റിക്കുകയാണെങ്കിൽ നമുക്കവരെ നിയമപരമായിട്ട് തന്നെ പൂട്ടാൻ പറ്റും. അക്കാര്യത്തിൽ വരുണൊരു സംശയം വേണ്ട, അതിന് ഞാൻ ഗ്യാരണ്ടി. ഈ സമയം വരണമെന്ന് ആലോചിക്കുക. എന്നിട്ട് പറയണേ, എന്താണെങ്കിലും ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം തീരുമാനം ആരതി വക്കീലിനോട് പറയാം. ശരി വരുൺ, അങ്ങനെ മതിയെന്ന് ആരതിയും പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ കുളിച്ചൊക്കെ കഴിഞ്ഞ് തലതോർത്ത് നിൽക്കുവാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് രാധിക ചോദിക്കണേ, എന്തുപറ്റി, മറിയടക്ക് തല തോർത്തിയില്ലല്ലേ എന്നും പറഞ്ഞ് രാധിക തന്നെ ആ ടർക്കിയൊക്കെ വാങ്ങിച്ച് തലയൊക്കെ തോർത്ത് കൊടുക്കുവാണ്. വീണ്ടും ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ രാധിക ആ രാസനാദി പൊടിയൊക്കെ എടുത്ത് ശ്യാമയുടെ തലയിൽ പുരട്ടി കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ രാധിക തൻ്റെ അമ്മയെ നോക്കുവാണ് കേട്ടോ. ഈ സമയം അവരുടെ ഈ സ്നേഹമൊക്കെ കണ്ട് സന്തോഷത്തോടെ അരികെ നിൽക്കുവാണ് അവരുടെ. ഈ സമയം രാധിക ശ്യാമയോട് പറയുന്നുണ്ട്, അതെ, ഇനി പണ്ടത്തെ പോലെ ഭക്ഷണമൊക്കെ കഴിക്കാതെ മടി പിടിച്ച് ഭാഷ കാണിച്ചൊന്നും ഇരിക്കാൻ പാടില്ല, ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണം. അതെ, അമൃത മാഡത്തിനോട് എനിക്ക് പരാതിയുണ്ട് കേട്ടോ. എനിക്ക് അമ്മ ഇതുപോലെ ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെ കൂടെ അടുത്തിരുന്ന് കരയാതെ അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കണമായിരുന്നു. അത് ശരി, അപ്പോൾ ഇപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായോ? എന്നാണെങ്കിലും ഇനിയിവിടെ ഞാനുണ്ടല്ലോ, അപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ നോക്കിക്കോളാം. ഇതുപോലെ തെറ്റ് കണ്ടാലേ ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ശാസിക്കും. ഇനി അങ്ങോട്ടെ ഞാൻ അമ്മയും എൻ്റെ അമ്മ എന്ന് പറയുന്നത് മോളുമായിരിക്കും. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിലുണ്ടോ നല്ല തല്ല് കിട്ടും. അന്നേരം ശ്യാമ ചോദിക്കണേ, അപ്പോൾ നീ എന്നെ തല്ലുകയൊക്കെ ചെയ്യോ? കൈ കൊണ്ടാണോ വടി കൊണ്ടാണോ തല്ലുന്നത്? അന്നേരം രാധിക അവിടെ ഇരിക്കുന്നൊരു മയിൽപ്പീലി ഉണ്ടല്ലോ അതെടുത്ത് ശ്യാമ നിക്കിളിടുവാണ്. എന്നിട്ട് പറയണേ, ദേ ഇതുപോലെ ആയിരിക്കും എൻ്റെ തല്ല്, മനസ്സിലായോ? അങ്ങനെ അവർ ഒത്തിരി സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചൊക്കെ അവിടെ ഇരിക്കുവാണ്. അവരുടെ സന്തോഷമൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുവാണ് ടോമൃതയും. പിന്നീട് കാണിക്കുന്നത് ഗൗതം അവിടെ രാത്രി ബെഞ്ചമിനെ കാത്ത് വെയിറ്റ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ബെഞ്ചമിൻ ജീപ്പിലവിടെ എത്തുവാണ്. അന്നേരം ഗൗതം ചോദിക്കണേ, എന്തുപറ്റി, എന്താ ലേറ്റ് ആയത്? അന്നേരം ബെഞ്ചമിൻ പറയണേ, എടോ ഗൗതം, തനിക്ക് ഞാനോട് സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. താൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. എന്താ അത്? താൻ നോക്ക്. അങ്ങനെ പറഞ്ഞ ജീപ്പിലേക്ക് കൈനീട്ടുവാണ്. ഈ സമയം ജീപ്പിൽ നിന്നും ചന്ദ്രശേഖരൻ ഇറങ്ങി വരുവാണ് കേട്ടോ. അച്ഛനെ കാണുന്നതും ഗൗതം ഒന്ന് ഷോക്കാകുവാണ്, വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്. അങ്ങനെ ചന്ദ്രശേഖരനെ അരികിലേക്ക് വരുമ്പോൾ ചന്ദ്രശേഖരനെ കെട്ടിപ്പിടിക്കുവാണ്ടോ ഗൗതം. അല്ല ബെഞ്ചമിൻ, ഇതെങ്ങനെ? ഞാനും ഈ കാര്യം അറിഞ്ഞില്ല. തൻ്റെ അച്ഛനെ പുറത്തിറക്കുമെന്ന് നമുക്ക് വാക്കുന്നത് സാറയാണല്ലോ. സാറുടെ തീരുമാനങ്ങളും പ്രവൃത്തികളും ഒക്കെ പെട്ടെന്നായിരിക്കും. സാറ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പോലും അറിഞ്ഞത്. പിന്നെ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, ബെഞ്ചമിൻ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇതാ നിങ്ങളുടെ പെങ്ങൾ സാറേയും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് സാറയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അതിനെന്താ, സാറ് സംസാരിച്ചോ? അങ്ങനെ പറഞ്ഞ് ബെഞ്ചമിൻ സാറേനെ ഫോണിൽ വിളിച്ചു കൊടുക്കുക. ഈ സമയം ചന്ദ്രശേഖരൻ സാറയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സാറയെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾക്ക് ഇത്തരം വലിയ സഹായങ്ങളൊക്കെ ചെയ്തു തന്ന ആളല്ലേ. അതിനെന്താ, നമുക്ക് കാണാമല്ലോ. നമ്മളെന്താണെങ്കിലും കാണാനുള്ള സമയമായിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ പരോളിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ കേസൊന്നുമില്ലാതെ ജയിലിൽ നിന്നും പൂർണ്ണമായും മോചിതനാകും. ഇപ്പോൾ പരോളിലിറങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില നിബന്ധനകളുണ്ടാകും. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കണം. കൂടുതൽ പ്രശ്നത്തിലൊന്നും നിൽക്കാൻ പാടില്ല. ഇല്ല, സത്യം പറഞ്ഞാൽ കുടുംബത്തിലൊരാൾ ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നത് പോലെ സാറ് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ഈ സഹായത്തിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ഗൗതം പറയണേ, അച്ഛാ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും ബെഞ്ചമിൻ കൊണ്ടെത്തിച്ചതായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടിയ അപ്രതീക്ഷിതമായിട്ട് ആ രാധിക ശ്യാമയുടെ മകളാണെന്നുള്ള കാര്യം സംഭവിച്ചതും. അതുമാത്രമല്ല, ശ്യാമയുടെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമയും രാധികയും വരുണുമാണ്. ആ വരുണുണ്ടല്ലോ, നമ്മളൊരു കൊക്കയിലേക്ക് തള്ളി താഴിട്ടാലും അവന് പിടിച്ചു കയറാനുള്ളൊരു വള്ളി ഇപ്പം തന്നെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യുമോ വെച്ചാ? ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, ജയിലിലേക്ക് ഇനി തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും ശ്യാമയുടെ സ്വത്തുക്കൾ വരുണിൻ്റെ രാധികയുടെയും പേരിലേക്കുള്ള രജിസ്ട്രേഷനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനു മുമ്പ് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ നമ്മൾ ഒരിക്കലും നടത്തുന്നില്ല. അത് നടന്നാലല്ലേ പ്രശ്നമുള്ളൂ. ബെഞ്ചമിൻ, താൻ എനിക്ക് വേണ്ടി ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യണം. ആ ശ്യാമയുടെ വീട്ടിൽ പോയിട്ട് രാധികയുടെ പേരിൽ എഴുതി വെച്ച ആ വിൽപ്പത്രം ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. ഒന്നെങ്കിൽ അത് ശ്യാമയുടെ ഷെൽഫിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ വീട്ടിൽ എവിടെയെങ്കിലും അത് സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് താൻ കൈക്കലാക്കി കൊണ്ടുവരണം. തന്നെ കൊണ്ട് അത് പറ്റുമോ? അന്നേരം ബെഞ്ചമിൻ പറയണേ, പറ്റുമോ എന്നുള്ള ചോദ്യമൊന്നും എൻ്റെ അടുത്ത് വേണ്ട സാർ. ഇക്കാര്യം ഞാൻ ചെയ്തിരിക്കും. ഇന്ന് തന്നെ ആ വിൽപ്പത്രം ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്ന് സാറിൻ്റെ കയ്യിൽ തരും. ഗൗതം, നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എനിക്കറിയാം. അതുപോലെ എൻ്റെ മനസ്സിലും പല ആഗ്രഹങ്ങളുമുണ്ട്.
നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കണിമംഗലം നമ്മളെ വെട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയൊരു കണിമംഗലം നമ്മൾ പടുത്തുയർത്തും. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ ആ ഒരു ഡിമാൻഡിനെ കുറിച്ച് വരുൺ അച്ഛനോടും അമ്മയോടൊക്കെ മുത്തശ്ശിയോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പത്മിനിയൊക്കെ അത് കേട്ട് ഞെട്ടിലോട് കൂടി നിൽക്കുക. 25 കോടിയോ? ഇവൾ കഴിഞ്ഞ ജന്മം കൊള്ളക്കാരിയായിരുന്നു എന്നാണ് തോന്നുന്നത്. അന്നേരം മുത്തശ്ശി വരണേ, കഴിഞ്ഞ ജന്മമല്ല, ഈ ജന്മം തന്നെ അവൾ കൊള്ളക്കാരിയല്ലേ. അവളാണിത് പറഞ്ഞതെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി സുകുമാരിയുടേതായിരിക്കും. എന്താണെങ്കിലും അവളിൽ നിന്നും വരുണൊരു ഡിവോഴ്സ് വേണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതിനുവേണ്ടി ആരതി തന്നെ നേരിയ ചെന്നതോടെ നിയമപരമായിട്ടുള്ള ബലമെല്ലാം അവരുടെ ഭാഗത്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സുകുമാരി മോളും കൂടി ഇത്രയും വലിയൊരു ഡിമാൻഡ് തന്നെ വെച്ചത്. ഈ സമയം പരമേശ്വരൻ ചോദിക്കണേ, അല്ല വരുൺ, എന്താ നിന്റെ തീരുമാനം? അച്ഛാ, എനിക്കൊരിക്കലും അവർക്ക് പൈസ കൊടുക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? പ്രിയങ്കയെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടണ്ടേ? എന്നാലല്ലേ നിനക്കും രാധിക മോൾക്കും ഒരു ടെൻഷനും പേടിയില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് എത്ര പൈസ ചിലവാക്കേണ്ടി വന്നാലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്കയും സുകുമാരിയൊക്കെ ആവശ്യപ്പെട്ടതുപോലെ ആ പൈസ കൊടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ പരമേശ്വരനൊക്കെ. പിന്നീട് സംസാരമെല്ലാം കഴിഞ്ഞ് പരമേശ്വരനും പത്മിനിയും കൂടി റൂമിലേക്ക് പോകുമ്പോൾ പത്മിനി ചോദിക്കുന്നുണ്ട്, പരമേശ്വരൻ വീണ്ടും പഴയതുപോലെ ബിസിനസ് കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ? അങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നു എന്ന് പരമേശ്വരനും പറയുവാണ്. കൂടാതെ കമ്പനിയിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് പരമേശ്വരൻ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് പത്മിനി ചോദിക്കണേ, എന്താ ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ടെൻഷനോട് കൂടി സംസാരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടന്നുറങ്ങുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം ശ്യാമ രാധികയുടെ അരികിലെത്തുവാണ്. രാധിക ഇങ്ങനെ ഉറങ്ങുന്നത് അരികിലിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുവാണ് കേട്ടോ. ഇതേ സമയം തന്നെ ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യം നടത്താനായിട്ട് ബെഞ്ചമിനും ശ്യാമയുടെ വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ മുഖമെല്ലാം മറിച്ച് ബെഞ്ചമിൻ പമ്മി വീടിൻ്റെ മുറ്റത്തെത്തുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും അമൃത വാതിലൊക്കെ അടക്കുന്നത്. അന്നേരം അമൃതയുടെ കണ്ണിപ്പെടാതെ അവിടെ ചെടികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ബെഞ്ചമിനെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്